പാലാ നഗരസഭയിൽ അട്ടിമറിയിലൂടെ ഭരണം നേടാനില്ലെന്ന് ജോസ് കെ മാണി. ഭരണം പിടിക്കാൻ കേരള കോൺഗ്രസ് ഒരു നീക്കവും നടത്തില്ല. ഒരു കുടുംബത്തിന് താൽപര്യമാണ് നഗരസഭയിൽ നടന്നത്. ഭരണപക്ഷ അംഗങ്ങൾക്ക് തന്നെ ഭരണത്തിൽ വിശ്വാസമില്ല. എന്താണ് വേണ്ടത് എന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ എന്നും ജോസ് കെ മാണി പറഞ്ഞു. ഭരണപക്ഷത്തുണ്ടായിരുന്ന പ്രതിപക്ഷത്തിനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത്. അത് മറ നീക്കി പുറത്തു വന്നു. അവിടുത്തെ സംവിധാനം ഒന്നും പാലാ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി നിൽക്കുന്നില്ല, അതിൻ്റെ വികസനത്തിന് വേണ്ടി നിൽക്കുന്നില്ല. അവിടെ ചില കൂട്ടുകെട്ടുകൾ മാത്രമാണ് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ. അതുകൊണ്ട് തന്നെ അവിശ്വാസം കൊടുത്തു. അവിശ്വാസം ഇപ്പോൾ പാസ്സായി. ഇപ്പോൾ ഇനി മറ്റ് നടപടിക്രമങ്ങൾ എന്താണെന്ന് ആലോചിച്ച് തീരുമാനിക്കുക. ഏതൊക്കെയാലും ഭരണത്തിലേക്ക് LDF ഇല്ല. അട്ടിമറിച്ച് ഭരണം നേടാനില്ല എന്നുള്ളതാണോ? അട്ടിമറിച്ച് ഭരണം നേടാനില്ല. അത് പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അല്ല, അവിശ്വാസം പാസ്സായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ഉള്ള സംവിധാനത്തിൽ വിശ്വാസമില്ല എന്നുള്ളതാണ്. ആ കൂട്ടായ്മ വിശ്വാസമില്ല. പാലായുടെ സംസ്കാരം ഇതൊന്നും അല്ലല്ലോ, ഇങ്ങനെ കൊണ്ടുപോകണം. ഇത്രയും നാളും സമാധാനത്തിൽ നല്ല സംസ്കാരവും നല്ല വികസനവും നടത്തിയത് ഇത് ഈ 6 മാസം കൊണ്ട് അതെല്ലാം ആ പേരുദോഷം ഉണ്ടായിട്ട് അത് മാറ്റണം. ആദിൽ പാലോട് വിവരങ്ങളുമായി ചേരുകയാണ്. അതിൽ എന്താണ് ജോസ് കെ മാണിയുടെ ഈ വിഷയത്തിലെ രാഷ്ട്രീയ നിലപാട്? പാലാ നഗരസഭയിൽ അവിശ്വാസം പാസ്സാവുകയും ദിയ പുളിക്കക്കണ്ടം കുടുംബത്തിന് ഭരണം നഷ്ടമാവുകയും ചെയ്ത സാഹചര്യമുണ്ട്. അതിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ ഈ കുടുംബ ആധിപത്യമാണ് പാലാ നഗരസഭയിൽ 6 മാസം നടന്നത് എന്ന വിമർശനമാണ് ജോസ് കെ മാണി ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഇനി ആര് എന്ന ചോദ്യമുണ്ടായിരുന്നു. അപ്പോൾ ജോസ് കെ മാണിയുടെ നിലപാട്, കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാട് പ്രധാനമാണ്. എം ഏതെങ്കിലും വിധത്തിൽ മറ്റ് ഭരണത്തിൽ ഉണ്ടായിരുന്ന കക്ഷികളെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യമുണ്ടായിരുന്നു. പുളിക്കക്കണ്ടം കുടുംബം ഇനി അഥവാ ജോസ് കെ മാണിയുമായി സഹകരിക്കുമോ എന്നതടക്കം പല പല ചോദ്യങ്ങൾ അഭ്യൂഹങ്ങളായി ഊഹാപോഹങ്ങളായി ഉണ്ടായിരുന്നു. നിലപാട് വ്യക്തമാക്കുകയാണ് ജോസ് കെ മാണി. പാലാ നഗരസഭയിൽ അട്ടിമറിയിലൂടെ ഭരണം നേടാൻ തങ്ങൾ ഇല്ല. ഭരണം പിടിക്കാൻ ഒരു നീക്കവും LDF നടത്തില്ല. തങ്ങൾക്ക് ഭരണം വേണ്ട എന്ന് തന്നെ തീർത്തു പറയുകയാണ് ജോസ് കെ മാണി എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കോൺഗ്രസ് തന്നെ തീരുമാനിച്ച് എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന മറുപടി കൂടി ജോസ് കെ മാണി നൽകുകയാണ്. പാലാ നഗരസഭയ്ക്ക് ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിനനുസരിച്ചല്ല, വലിയ മേന്മയുണ്ടായിരുന്ന ഒരു നഗരസഭയും പ്രദേശവുമാണ്. അതിനനുസരിച്ചുള്ള ഒരു ഭരണമല്ല കഴിഞ്ഞ മാസങ്ങളിൽ നടന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭരണപക്ഷത്തുള്ളവർക്ക് തന്നെ ഭരണത്തിൽ വിശ്വാസമില്ലാതെ പോയി. അതുകൊണ്ടാണ് അവിശ്വാസം പാസ്സായത് എന്നുകൂടി ജോസ് കെ മാണി വിമർശിക്കുകയാണ്, പറഞ്ഞു വെക്കുകയാണ്. ആര്യ. ഓക്കെ, ആദിൽ പാലോടാണ് ദില്ലിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.